ഇയേഴ്സ് ആ ശേഷം മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്നുണ്ട്. മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്യണമെങ്കിൽ 7 hours യാത്രയുണ്ട്. അപ്പോൾ 7 to 8 hours ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ബാംഗ്ലൂരിലാണ് പോകുന്നത്. എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളോട് ലോങ് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കൂട്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പം നമുക്ക് ഞാനൊരു 3 days ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കുഞ്ഞി ബാഗായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ എനിക്കൊരു ഡ്രസ്സ്. അങ്ങനെ സിമ്പിളായിട്ട് പിടിച്ച് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് മാംഗ്ലൂർ വരെ. ബസ് 10:45 നമ്മളിപ്പോൾ 8 o'clock ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രേ പെട്ടെന്ന് ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ എന്തായാലും 9:15 ആയിട്ടുണ്ടോ. ബസ് വരുന്നതോ 10:45 എന്തായാലും ഇനി 1 hour ഈ റോട്ടിൽ നിന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ല. കുട്ടികളും ഞാനും അതിൻ്റെ ഇടയ്ക്ക് പട്ടികളും സൈഡിലുണ്ടായിരുന്നു. 1 hour എങ്ങനെ റെസ്റ്റ് എടുക്കും ഈ റോട്ടിൽ എന്ന് കരുതിയിട്ടാണ് നേരെ ലൈറ്റായിട്ട് ഫുഡെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ദൂരത്തിൽ കാണുമ്പോൾ നല്ലോണം ഹൈലൈറ്റ് ആയിരുന്നു, സേഫ് ആയിരുന്നു, പിന്നെ അത്ര ഒരു റഷ് ഇല്ലാത്ത പോലെ കണ്ടു. ബാംഗ്ലൂർ ആണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. എന്തായാലും ഒരു ഐസിട്ട് ജ്യൂസ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിരുന്നു. അത്രയും വേർക്കുന്നുണ്ടായിരുന്നു ഈ രാത്രിയിലും. അങ്ങനെ ഈ ഹോട്ടലിൽ ഔട്ട്സൈഡ് സിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. എന്തായാലും പുറത്തു തന്നെ ഫുഡ് കഴിക്കാം, ഉള്ളിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തു തന്നെ ഇരുന്നു. എൻ്റെ കയ്യിലും കുഞ്ഞ് ലഗേജ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ സിസ്റ്ററിന്റെ കയ്യിലും ഉണ്ടായിരുന്നു, ഉമ്മാന്റെ കയ്യിലും ലഗേജ് ആയിരുന്നു. ഇനി ഹോട്ടലിന്റെ ഉള്ളിൽ പോകണ്ട, പുറത്തു തന്നെ ഇരിക്കാം, നല്ല കാറ്റ് വന്നുണ്ടായിരുന്നു. അങ്ങനെ നോമ്പായതുകൊണ്ട് ഒരുപാട് ദിവസമായി ഷവർമ ടിക്ക ഒന്നും തിന്നാതെ. അപ്പോൾ പെട്ടെന്നാണ് അവിടെ ഷവർമ ഉണ്ടാക്കുന്നത് കാണുന്നത്. കുട്ടികളാണെങ്കിൽ ഷവർമ മതി എന്ന് വാശിയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, 3 ഷവർമയും അതിന്റെ കൂടെ 4 ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ഏട്ടത്തിക്കാണെങ്കിൽ യാത്ര ചെയ്തിട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അങ്ങനല്ല, ഞാൻ ഒരുപാട് ഗ്യാപ്പിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അവളാണെങ്കിൽ ഏത് ഫുഡ് കഴിക്കണം, ഏത് ഫുഡ് കഴിക്കാൻ പാടില്ല എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്യാബേജ് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് യാത്ര ചെയ്യുന്ന സമയത്ത്. ഷവർമ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. മറ്റേ മയോനൈസും അതിൻ്റെ കൂടെ ചിക്കനൊക്കെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ യാത്ര ചെയ്യുന്ന സമയത്ത് ക്യാബേജുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ ഒമിറ്റ് ആവുന്ന ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാൻ ടേസ്റ്റോടെ ഒരു ഷവർമ കഴിച്ചു. പിന്നെ എൻ്റെ ചെറിയ മോന് ഷവർമ കുറച്ച് പകുതി കഴിച്ച് വെച്ചതും അതും കഴിച്ച്, പിന്നെ ലൈം ജ്യൂസ്, ഐസിട്ട് ലൈം ജ്യൂസ് ആയിരുന്നു. ഇനി ആർക്കെങ്കിലും മാംഗ്ലൂർ കറങ്ങാൻ വരണം എന്നൊക്കെ ആഗ്രഹമില്ല, ഒരു ദയമായിട്ട് ഇപ്പം ആരും ഇവിടെ വരരുത്. അത്രയ്ക്ക് ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല മാംഗ്ലൂരിൽ. അങ്ങനെ ലൈം ജ്യൂസും ഷുഗർ ഇത്തിരി ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. പിന്നെ ലൈം ജ്യൂസ് കുടിച്ചു, സാവകാശ ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ബസ് 10:45 വരുന്നത്. ഇനി ബസ് സ്റ്റാൻഡിന്റെ അവർ സൈഡിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ്. പിന്നെ കുട്ടികളാണെങ്കിൽ ടൈം പാസിന് വേണ്ടി പൂച്ചക്കുട്ടിനോട് കളിച്ചു. ആ പൂച്ചക്കുട്ടി വന്നതോടെ എനിക്കും ടൈം പോയത് മനസ്സിലായില്ല. കാരണം കുട്ടികൾ പൂച്ചക്കുട്ടിനോട് തന്നെ കളിച്ചു കൊണ്ടുണ്ടായിരുന്നു. ഇത് തിന്ന മൊയ്ജ, ഷവർമ തിന്ന അത് തിന്ന, മുട്ടായി തിന്ന. ഉമ്മച്ചിക്ക് വേണ്ട. മൊയ്സിന്റെ മുട്ടായി എടുത്തോ, മൊയ്സിന്റെ മുട്ടായി. ഫിംഗർ ലോലിപോപ്പ്. മൈജ അതെന്താണ്? ഇതെന്താ മൈജ? ഫൈനലി 10:45 ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. കുട്ടികളാണെങ്കിൽ ഒരുപാട് ടയർഡ് ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പെട്ടെന്ന് വർക്കൊന്നും വരില്ല. ഒരു 15 to 20 minutes ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞാനും പിന്നെ പറഞ്ഞു.
നമ്മൾ ഉറങ്ങി എണീച്ചപ്പോൾ കാണുന്നത് ഈ ഒരു ബോർഡറാണ്. നെലമംഗല ദേവനഹള്ളി എക്സ്പ്രസിന്റെ അടുത്ത് എത്തി. ഈ സ്ഥലം എത്തുമ്പോൾ ഞാൻ കുറച്ച് അലർട്ടായി, ഏട്ടത്തിനൊക്കെ വിളിച്ചുണർത്തിയിരിപ്പിച്ചു. പിന്നെയും 2 hours യാത്രയുണ്ട്. എനിക്ക് തീരെ പറ്റുന്നില്ല, ഒമിറ്റ് പോലെ ആയോ ഉണ്ടായിരുന്നു. ഞാൻ ഷവർമ കഴിച്ചത് എനിക്ക് തീരെ പറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എപ്പോ എത്തും ഏട്ടത്തിനോട് ചോദിച്ചിട്ട് അവളെ വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഫൈനലി നമ്മൾ ബാംഗ്ലൂരും എത്തി. ചെറിയ കുട്ടീനെ എൻ്റെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. റോഡ് സൈഡിൽ പോയിട്ട് ഞാൻ ഒട്ടൊരു വൊമിറ്റ് ചെയ്തപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ ഓല ബുക്ക് ചെയ്തിട്ട് പിന്നെയും 30 minutes യാത്ര ഉണ്ട് പറയുമ്പോഴാണ് വീണ്ടും എനിക്കൊരു എന്തോ ഒരു ജാതിയാണ്. വീണ്ടും അവളെ വെറുപ്പിക്കാൻ തുടങ്ങി. എത്തിയോ എന്ന് ചോദിച്ചിട്ട്. ഉമ്മാക്ക് കുട്ടികൾക്ക് ആൻഡ് ഏട്ടത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് മാത്രമാണ് ഒരുപാട് ഗ്യാപ്പായി ഞാൻ യാത്ര ചെയ്യാതെ. പിന്നെ ബാംഗ്ലൂർ ക്ലൈമറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയൊക്കെ കൂളായിരുന്നു. മാംഗ്ലൂരിൽ ഹീറ്റ് തടയാൻ പറ്റാത്ത ആൾക്കാർക്ക് ബാംഗ്ലൂർ ക്ലൈമറ്റ് സൂട്ട് ആവും. ഇനി ബാംഗ്ലൂർ എത്ര മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ 7 to 8 hours യാത്ര ഉണ്ട്. നമ്മൾ 5:45 ആണ് ബാംഗ്ലൂർ റീച്ച് ആയിട്ടുള്ളത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ കണ്ടപ്പോഴാണ് ഒരുപാട് ചേഞ്ചസ് ആയിട്ടുണ്ട് കേട്ടോ. സിറ്റി ലൈഫ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ബാംഗ്ലൂർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യാത്ര ചെയ്യുന്നത് ആലോചിക്കുമ്പോഴാണ് എന്തോ ഒരു അസമാധാനം. എന്തൊക്കെ ചലവല ചെയ്തിട്ടെങ്കിലും വെറുപ്പിച്ചിട്ടെങ്കിലും അവസാനമായി ഏട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തി. അൽഹംദുലില്ലാ. ബാംഗ്ലൂർ വരുമ്പോൾ ഷോ ആക്കിയിട്ട് വന്ന ഈ ഒരു ഷൂസും പൊട്ടിപ്പോയി അവസാനമായിട്ട്. എന്തായാലും ബാംഗ്ലൂരിന്റെ ഈ ഒരു യാത്ര ലൈഫിൽ മറക്കാറില്ല. കാരണം എന്റെ ഫേവറേറ്റ് ഷൂസ് ആണ് പൊട്ടിയത്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.